ഹലോ. അങ്ങനെ വിജയ് ദേവരകൊണ്ടയുടെ കിങ്ഡം കണ്ടിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി. പക്ഷേ റിവ്യൂ ചെയ്യാനൊരു ഗ്യാപ്പ് കിട്ടിയില്ല, അതുകൊണ്ടാണ് ലേറ്റ് ആയത്. പക്ഷേ ബേസിക്കലി പടം എനിക്ക് കണ്ടപ്പോൾ ഒരു എബോവ് ആവറേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ബേസിക്കലി ടെക്നിക്കൽ എലമെൻറ്റ്സ് ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. വിഷ്വലും പിന്നെ മ്യൂസിക് നൈസായിരുന്നു. ആൻഡ് ഓവറോൾ മേക്കിംഗ് സ്റ്റൈലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ മൊത്തത്തിൽ പടത്തിൻ്റെ റൈറ്റിങ്ങും സ്ക്രീൻ പ്ലേയും സംഭവങ്ങളൊക്കെ കുറച്ചും കൂടെ ബെറ്റർ ആക്കണമായിരുന്നു. ഓവറോൾ നോക്കുമ്പോൾ പടം കുഴപ്പമില്ല, പക്ഷേ ടെക്നിക്കൽ സംഭവങ്ങൾ കാരണം വാസ് എ എബോവ് ആവറേജ് ഫോർ മീ. സോ പടം ഡയറക്റ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ ജേഴ്സി മൂവിയുടെ ഡയറക്ടർ, നാനിയുടെ ഫിലിം ജേഴ്സി. ആ പടത്തിൻ്റെ ഡയറക്ടറാണ് ഗൗതം തിന്നനൂരി. ജേഴ്സി തെലുങ്ക് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി ഡയറക്റ്റ് ചെയ്തത് ജേഴ്സി ഹിന്ദി ആയിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പുള്ളിയുടെ ഒരു മ്യൂസിക്കൽ പടം ഉണ്ടായിരുന്നു, ഒരു മാജിക് എന്ന് പറഞ്ഞിട്ട്. അത് ഇതുവരെ റിലീസായിട്ടില്ല. ഞാൻ പുള്ളിയുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ പുള്ളി പറഞ്ഞത് അതിനി ഈ പടത്തിൻ്റെ റിലീസ് കഴിഞ്ഞിട്ട് പതുക്കെ ഉണ്ടാവും എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഹി ആക്ച്വലി ഡിഡ് ദാറ്റ് മൂവി ബിഫോർ കിങ്ഡം. സോ എല്ലാവരുടെ ഒരു എക്സ്പെക്റ്റേഷൻ ബേസിക്കലി ജേഴ്സി ലെവൽ നിൽക്കുന്ന ഒരു പടത്തിൻ്റെ ഡയറക്ടർ വരുന്നു, സോ ക്വാളിറ്റിയാണ് പ്രതീക്ഷിച്ചിരുന്നത്. ആ ഒരു ലെവൽ ഓഫ് ക്വാളിറ്റി മാച്ച് ചെയ്തു എന്നെനിക്ക് തോന്നിയില്ല. കാരണം പടത്തിൻ്റെ റൈറ്റിങ്ങിലും ഒക്കെ വരുമ്പോൾ നമുക്ക് ആ ഒരു ഇമോഷണൽ കണക്റ്റ് ഒന്നും ജേഴ്സി പോലെ ഒരു സംഭവം ഒന്നും നമുക്ക് ഫീൽ ചെയ്തില്ല. പടത്തിൻ്റെ ട്രെയിലർ കണ്ടിട്ടുള്ളവർക്കറിയാം, ബേസിക്കലി ഒരു ചേട്ടൻ അനിയൻ പാസം ലെവൽ സെറ്റപ്പാണ്. പക്ഷെ പടം മൊത്തത്തിൽ വരുമ്പോൾ ഒരു ബിഗ് ബഡ്ജറ്റ് ആ ഒരു സ്റ്റൈലാണ് അവർ ഫോളോ ചെയ്തേക്കണേ. കാരണം അതിൻ്റെ അത്രയും സ്കെയിലൊക്കെ അവർ വരുന്നുണ്ട്. വേറൊരു രാജ്യത്തോട്ട് പോകുന്നു, അങ്ങനത്തെ ഒരു സെറ്റപ്പൊക്കെ. പക്ഷേ എല്ലാം കൂടെ വന്നപ്പോൾ മൊത്തത്തിൽ അങ്ങോട്ട് സെറ്റ് ആവാത്ത പോലെ. പിന്നെ എനിക്ക് തോന്നിയൊരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പടത്തിൽ കുറേ നമ്മൾ ഈ റീസെൻ്റ്ലി കണ്ട കുറേ സിനിമകളുടെ എലമെൻറ്റ്സ് ഉണ്ട്. ഒന്നും ഡയറക്റ്റ് കോപ്പി അല്ല, പക്ഷേ ഇങ്ങനെ കുറേ എലമെൻറ്റ്സ് ഉണ്ട്. അത് ഞാൻ പറയുന്നില്ല, ഇനി പടം കാണാനുള്ളവരുണ്ടെങ്കിൽ സ്പോയിലർ ആവണ്ടെന്ന് വെച്ചിട്ട്. പക്ഷേ അങ്ങനത്തെ കുറേ എലമെൻറ്റ്സ് വരുമ്പോൾ നമ്മളിത് കാണുമ്പോൾ ഇത് ഈ പടത്തിൽ കണ്ടാണല്ലോ, ഈ സംഭവം നമ്മൾ ആ പടത്തിൽ കണ്ടാണല്ലോ, അങ്ങനെ നമുക്ക് തോന്നുമ്പോൾ ആ ഒരു സിമിലാരിറ്റി കാരണം നമുക്ക് ആ ഒരു ടച്ച് വിട്ടു പോകുന്ന പോലെ എനിക്ക് തോന്നിയത്. ഓൾസോ ഇങ്ങനത്തെ കുറേ സിമിലാരിറ്റീസ് ഉള്ളതുകൊണ്ട് നമുക്കിപ്പോൾ ഏകദേശം അറിയാം എന്താണ് സംഭവിക്കാൻ പോണതെന്ന്. സോ വാസ് കൈൻഡ് ഓഫ് പ്രെഡിക്റ്റബിൾ ഇൻ ദാറ്റ് സെൻസ്. അറ്റ് ദ സെയിം ടൈം എനിക്ക് തോന്നുന്നു ഡയറക്ടറെ കംപ്ലീറ്റ്ലി കുറ്റം പറയാൻ പറ്റില്ല. കാരണം പുള്ളി ഈ പടം 3-4 കൊല്ലമായിട്ട് അങ്ങാണ്ട് ചെയ്യാൻ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് വന്നു പോയ സിനിമകളിലെ സംഭവങ്ങളാണ് നമ്മൾ ബേസിക്കലി ഇതിനകത്ത് കാണുന്നത്. സോ ഹി മേഡ് ഹാവ് റിട്ടൺ ദ സ്ക്രിപ്റ്റ് ബിഫോർ. പിന്നെ പടത്തിൻ്റെ സ്റ്റോറി ബേസിക്കലി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു സംഭവമാണ്, ഒരു സേവിയർ, അങ്ങനത്തെ കൈൻഡ് ഓഫ് ഒരു തീമൊക്കെയാണ് പടത്തിന്. പക്ഷേ അവർ ഇച്ചിരി മാറ്റിയ ഒരു ടെറൈനൊക്കെ പിടിച്ച് ശ്രീലങ്കയിലൊക്കെ പോയിട്ടുള്ള അങ്ങനത്തെ ടൈപ്പ് ഒരു സ്റ്റോറിയൊക്കെ ആയിട്ടാണ് എടുത്തേക്കണേ. സോ അതിൻ്റേതായ കുറച്ച് ഒരു ഫ്രഷ് എലമെൻറ്റ്സ് ഉണ്ട്. പിന്നെ പടത്തിൻ്റെ ടെക്നിക്കൽ സൈഡിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എഡിറ്റിംഗ് ഈസ് ബൈ നവീൻ നൂളി. പടം നൈസായിട്ട് എഡിറ്റൊക്കെ ചെയ്തിട്ട് കുറേ സംഭവങ്ങളൊക്കെ നമ്മൾ സീൻസ് ഇങ്ങനെ വന്ന് എലിവേറ്റ് ചെയ്ത് വരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നൈസായിട്ട് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറെ 1-2 സ്റ്റണ്ടുകളൊക്കെ വരുന്ന സീനുകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നൈസ് എഡിറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ആ സംഭവമൊക്കെ നൈസാണ്. അറ്റ് ദ സെയിം ടൈം ചില സംഭവങ്ങൾ കുറച്ച് അവർ ലാഗ് അടിച്ച പോലെയോ അല്ലെങ്കിൽ ഒരു അബ്രപ്റ്റ് കട്ട് നമുക്ക് ഇടയ്ക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. ഫോർ എക്സാമ്പിൾ ഈ പടത്തിലെ ഒരു സോങ് ഒക്കെ വിട്ടായിരുന്നു നായികയുടെ. പക്ഷേ നായിക ഈ പടത്തിൽ ബേസിക്കലി ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം, ആ ലെവലിലാണ്. സോ ആ ഒരു നായകൻ കണക്ഷൻ വരുന്ന സംഭവങ്ങളൊക്കെ ഒരു അബ്രപ്റ്റ് ആയിട്ട് തോന്നി. ബട്ട് അറ്റ് ദ സെയിം ടൈം എനിക്ക് തോന്നുന്നു അവർ റൺ ടൈം കണക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഇമോഷൻസ് ഒന്നും ഡ്രെയിൻ ഔട്ട് ആവാണ്ടിരിക്കാൻ വേണ്ടി അഡ്ജസ്റ്റ് ചെയ്തായിരിക്കും. സോ അങ്ങനത്തെ 1-2 അബ്രപ്റ്റ് സംഭവങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഓവറോൾ എഡിറ്റിംഗ് വാസ് നൈസ്, ചില എലിവേഷൻ സീൻസ് ഒക്കെ. പിന്നെ മ്യൂസിക് അനിരുദ്ധിൻ്റെ മ്യൂസിക്കാണ്. അതിൽ നമ്മൾ 1-2 കൊല്ലമായിട്ട് കേട്ടോണ്ടിരിക്കുന്ന യെല ഹേ ലാ ഹേ ലാ ഹോ ആ സംഭവമൊക്കെ അതൊക്കെ നൈസാണ്. ആ സംഭവം അത് പടത്തിൻ്റെ ലാസ്റ്റിലോട്ടാണ് ആ മ്യൂസിക്കൊക്കെ വരുന്നത്. അപ്പോഴേക്കും ആ ഒരു നൈസ് ഫീലാണ് ആ സംഭവം. അതുവരെയും പടത്തിൻ്റെ മ്യൂസിക് നൈസായിട്ട് പോണേ. പിന്നെ എനിക്കൊരു സംഭവം തോന്നിയത്, ഈ മെയിൻ മ്യൂസിക് അവർ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് യൂസ് ചെയ്യുന്നുണ്ട്. അത് വേണ്ടായിരുന്നു എനിക്ക് തോന്നി. കാരണം ആ ഒരു ബിൽഡപ്പ് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സെറ്റപ്പിലോട്ട് വരാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ മ്യൂസിക് ഫസ്റ്റ് ഹാഫിൽ തന്നെ യൂസ് ചെയ്തപ്പോൾ ഇതെന്താ ഇതിന് മാത്രം ഇമ്പോർട്ടൻസ് ഉള്ള സീനല്ലോ എന്ന് എനിക്കൊരു തോന്നൽ തോന്നിയായിരുന്നു. പടത്തിൽ ഓവറോൾ മ്യൂസിക് ഈസ് നൈസ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു സോങ് ഉണ്ടായിരുന്നത് പടത്തിലില്ല. ആ പാട്ട് എനിക്കിഷ്ടമായിരുന്നു, കുഴപ്പമില്ലാത്ത നൈസ് സോങ് ആയിരുന്നു. ബട്ട് ബേസിക്കലി ഈ ഡയറക്ടർ ഐ ഫീൽ ലൈക്ക് പുള്ളി സോങ്സ് വേറെ സെപ്പറേറ്റ് ഷൂട്ട് ചെയ്യുന്ന അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഒന്നും ഇല്ല. പുള്ളിയുടെ ഇൻ്റർവ്യൂ കണ്ടപ്പോഴും പുള്ളിക്ക് അങ്ങനെ ഷൂട്ട് ചെയ്യാൻ അറിയില്ല, താല്പര്യമില്ല എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത്. സോ ഇതിലെ പടത്തിലെ മോണ്ടാജസ് ആയിട്ട് ഷൂട്ട് ചെയ്ത് പോകാനുള്ള സോങ് ആയിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു പുള്ളിക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റിയില്ല പടത്തിൽ. ആ മെയിൻ മ്യൂസിക്കുള്ള സോങ് ഈ ഇടയ്ക്കാണ് റിലീസ് ചെയ്തത്, റെഗിലേ എന്ന് പറഞ്ഞ സോങ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ സിനിമാറ്റോഗ്രഫി, അതാണ് മെയിൻ സംഭവം പടത്തിലെ. അത് നമ്മുടെ സ്വന്തം ജോമോൻ ടി ജോൺ ആൻഡ് ഗിരീഷ് ഗംഗാധരനാണ് ചെയ്തേക്കണേ. സംഭവം ഒരു രക്ഷയില്ല. നമ്മളത് ഒരു വേറെ സ്റ്റാൻഡേർഡാണ് നമ്മളിത് കാണുമ്പോൾ. വിഷ്വൽസൊക്കെ കുറേ സീക്വൻസസ് നമ്മൾ ശരിക്കും കാണുമ്പോൾ ജങ്കൻ എന്താണ് ഈ സീൻ, ആ ഒരു സീക്വൻസിനെ അവർ എടുത്തു വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ ചില ഷോട്ടുകൾ നമ്മളിങ്ങനെ കാണുമ്പോൾ ആ ഒരു എലിവേഷൻ സംഭവം വരുന്നത്. പക്ഷേ അതാണ് ആ സ്റ്റോറി സ്ക്രീൻ പ്ലേ അതിന് അത്രയും കംപ്ലീറ്റ് ജസ്റ്റിസ് കൊടുത്തില്ല. പക്ഷെ നമ്മൾ വിഷ്വൽ കാണുമ്പോൾ നമുക്ക് ഭയങ്കര എന്താണ് സംഭവം എന്നൊക്കെ തോന്നും. ബേസിക്കലി ഞാൻ കേട്ടത് ഗിരീഷ് ഗംഗാധരൻ സ്റ്റാർട്ട് ചെയ്തു, പിന്നെ പടത്തിന് കുറച്ച് ഡിലേസ് ഒക്കെ ഉണ്ടായിരുന്നു. സോ ഏതോ ഒരു പോർഷൻ മാത്രം ഷൂട്ട് ചെയ്തിട്ട് ബാക്കി പിന്നെ ജോമോൻ ടിജോൺ ആണ് ചെയ്തതെന്ന് കേട്ടെ. പക്ഷേ എന്തായാലും ഓവറോൾ സംഭവം ഒരു രക്ഷയില്ല, ജങ്കനാണ്.
പിന്നെ ആർട്ട് ഡയറക്ഷനും ഓവറോൾ നൈസായിട്ടാണ് എനിക്ക് തോന്നിയത്. എത്രത്തോളം ആർട്ട് ഡയറക്ടറിൻ്റെ ഇൻപുട്ട് നമ്മൾ ഒരു ഐലൻഡ് പോലത്തെ സെറ്റപ്പൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ ആ ഒരു എലമെൻ്റാണ് തോന്നുന്നുണ്ട്. അല്ലാതെ മോസ്റ്റ്ലി റിയൽ ലൊക്കേഷൻസിലാണ് ഷൂട്ട് ചെയ്തതെന്ന് കേട്ടെ. സോ അതുകൊണ്ട് എത്രത്തോളം അതുണ്ടെന്ന് അറിയില്ല. പക്ഷേ ഓവറോൾ എല്ലാം ഒരു നല്ല ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ പടത്തിൻ്റെ കാസ്റ്റ് പറയുമ്പോൾ നമ്മുടെ സ്വന്തം വിജയ് ദേവർകൊണ്ട മച്ചാൻ ഒരു കംബാക്ക് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പടം ഹിറ്റായി. സോ ബേസിക്കലി കംബാക്ക് എന്ന് പറയാം. ഓവറോൾ പെർഫോമൻസും അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നിയത്. സംഭവം ആ ക്യാരക്ടറിന് വേണ്ട സംഭവം അത് ഭയങ്കര ജങ്കൻ അഭിനയം ഡിമാൻഡ് ചെയ്യുന്നുമില്ല. അറ്റ് ദ സെയിം ടൈം ഭയങ്കര ഒരു സട്ടിൽ അണ്ടർസ്റ്റേറ്റഡ് കൈൻഡ് ഓഫ് പെർഫോമൻസ് ആണ് പുള്ളി ചെയ്തേക്കണത്. എന്നാൽ ആവശ്യത്തിന് വേണ്ട സമയത്ത് കലിപ്പും സംഭവമൊക്കെ വരുന്ന ആ ഒരു മോഡ് ആ സംഭവം നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് അടുത്തൊരു മെയിൻ ഹൈലൈറ്റ് ആണ് സത്യദേവ്. ഹീസ് ലൈക്ക് അടിപൊളി. പുള്ളിനെ ഞാൻ അധികം സിനിമകൾ പുള്ളിയുടെ ഞാൻ കണ്ടിട്ടില്ല. പുള്ളിയുടെ ഇൻഡിവിജ്വൽ കുറച്ച് മൂവീസൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാം ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ കണ്ടിട്ടുള്ള എല്ലാ പടങ്ങളിലും മച്ചാൻ ഒരു ഹെവിയാണ്. മച്ചാൻ ആ ഒരു സീരിയസ് ലുക്കും ആ ഒരു സ്റ്റേച്ചറൊക്കെ വെച്ചിട്ട് ഒരു മാസ് ഓറ ഉള്ള പോലെയാണ്. സോ അതുകൊണ്ട് ആ ലെവലിൽ മച്ചാൻ എവിടെ വന്ന് നിന്നാലും ഫ്രെമി വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ ഒരു പകുതി ഫീൽ കിട്ടും. പക്ഷേ അല്ലാണ്ടും ഹീസ് എ റിയലി ഗുഡ് പെർഫോമർ. മച്ചാൻ ഇതിനകത്ത് നൈസാണ്. ജങ്കൻ ഈ പറഞ്ഞ പോലെ തന്നെ പുള്ളിക്കും ഓവർ ഒന്നും ചെയ്യാനില്ല. പക്ഷേ പുള്ളി ആ ചെയ്തേക്കുന്നത് നൈസായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഹീറോയിൻ ബേസിക്കലി ഹീറോയിനെ വിളിക്കാവോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം പടത്തിൽ 5-10 മിനിറ്റ് എങ്ങാണ്ട് പുള്ളിക്കാരിയേ ഉള്ളൂ. പക്ഷേ ദാറ്റ്സ് ഭാഗ്യശ്രീ ബോൾസ് ഐ തിങ്ക് ദാറ്റ്സ് അവർ വി സേ ദ നെയിം. ബട്ട് പുള്ളിക്കാരി ഓക്കെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ നൈസൊരു റോൾ ചെയ്തിട്ട് പോയി. പിന്നെ ഉള്ളത് നമ്മുടെ സ്വന്തം ബാബുരാജ് ഉണ്ട്. പുള്ളിക്കാരൻ്റെ ചെറിയ റോളുണ്ട്. പക്ഷേ ഇത് പറഞ്ഞ പോലെ അധികം ടൈമൊന്നുമില്ല. ബട്ട് വാസ് ഓക്കെ. പിന്നെ ഉള്ളത് നമ്മുടെ വില്ലനാണ് മച്ചാൻ. എനിക്കറിയില്ല എത്ര പേര് അതിനെക്കുറിച്ച് അറിഞ്ഞു എന്ന്. വെങ്കിടേഷ് എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി മലയാളിയാണ്. ആൻഡ് ഹി ഹാസ് ഡൺ എ ഗ്രേറ്റ് ജോബ്. ലൈക്ക് ആ ഒരു ലെവലിൽ നമ്മൾ ഈ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ 2 പെർഫോമൻസാണ്. ലൈക്ക് വിജയ് ദേവർകൊണ്ടയും സത്യദേവൊക്കെ ഉണ്ട്. അവരുടെ ഇടയിൽ മച്ചാൻ പിടിച്ച് നിൽക്കണം. ആ ലെവലിൽ നോക്കുമ്പോൾ മച്ചാൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. 1-2 സ്ഥലങ്ങളിൽ ഒരു ഇച്ചിരി ഓവർ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ പുള്ളി ആരും അങ്ങനെ ഒരു സൈക്കോ ക്യാരക്ടറായിട്ട് കാണിച്ചേക്കണേ. സോ നമുക്ക് ഭയങ്കര ക്രിട്ടിക്കലി അനലൈസ് ചെയ്യേണ്ട കാര്യമില്ല. ഓവറോൾ എനിക്ക് തോന്നിയത് ഭയങ്കര അടിപൊളിയായിട്ട് മച്ചാൻ ചെയ്തേക്കണേ. കുറേ ആ ഒരു മെനസിങ് സംഭവങ്ങളൊക്കെ നൈസായിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം ഭയങ്കര കണ്ണിങ് ആണ്. ആ ഒരു സംഭവമൊക്കെ പുള്ളി നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ബേസിക്കലി എനിക്ക് അത്രയാണ് പടത്തിനെ കുറിച്ച് പറയാനുള്ളത്. റൈറ്റിങ്ങിലോട്ട് വരുമ്പോൾ പിന്നെയും എനിക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് പറയാൻ തോന്നിയത് കുറച്ച് ലോജിക്കൽ ഫ്ലോസ് ഒക്കെ ഉണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം കുറേയൊക്കെ അവർ കവറപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. നമുക്കൊരു ലോജിക്കൽ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അതെന്താ അങ്ങനെ എന്ന് വരുമ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു ആൻസർ ഒക്കെ തരുന്നുണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം അല്ലാതെയും കുറേ ലോജിക്കൽ ഇഷ്യൂസ് ഉള്ള പോലെ എനിക്ക് തോന്നി. കാരണം പടം ഒരു മാക്സിമം ഗ്രൗണ്ടഡായിട്ട് എടുക്കാനാണ് ശ്രമിച്ചേക്കണേ. എന്നാൽ പോലും കുറച്ച് എലമെൻസ് ഒക്കെ അവിടെ ഇവിടേക്ക് മിസ് ഔട്ടായി പോയ പോലെയൊക്കെ. പക്ഷേ അതെനിക്ക് തോന്നുന്നു മിക്കവാറും കൊമേഴ്ഷ്യൽ പടമായിട്ട് ഇവിടെ കാണുന്നതുകൊണ്ട് ആ ഒരു ലെവലിലാണ് അവർ ട്രീറ്റ് ചെയ്തേക്കണേ. അതുകൊണ്ടായിരിക്കും. ഇവിടെ ഓൺലി തിങ് ഈസ് നമ്മൾ ജേഴ്സിയുടെ ഡയറക്ടർ എന്ന് പറഞ്ഞ ലെവലിൽ കാണുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ഒരു സംഭവം മീറ്റ് ചെയ്തില്ല എന്നുള്ളതാണ് എനിക്കൊരു കംപ്ലൈൻ്റ് ആയിട്ട് തോന്നിയത്. ബട്ട് ഓവറോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു എബോവ് ആവറേജ് മൂവി ഫോർ മീ. നിങ്ങൾ പടം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് പറയുക. ആൻഡ് ഐ വിൽ സീ യു ഗൈസ് ഇൻ ദി നെക്സ്റ്റ് വൺ.